വെൽക്കം ടു അലാമി കിച്ചൺ. ഇന്നിപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു സന്തോഷമുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. മറിയത്തിൻ്റെ ഫ്ലാറ്റിലുള്ള പുറത്തുള്ള കാഴ്ചകളും മറ്റും മറിയം പങ്കുവെക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ കാര്യങ്ങളും കൂടി ഈ ഒരു വീഡിയോയിൽ പങ്കുവെക്കാം. നമ്മളിപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 13 മാസം കഴിഞ്ഞു. അപ്പം ആദ്യം അലാമി കിച്ചൺ എന്നായിരുന്നില്ല പേര്, ആമീസ് കിച്ചൺ എന്നായിരുന്നു. അപ്പോൾ ആമീസ് കിച്ചൺ എന്ന് പറഞ്ഞിട്ട് കുറേ ചാനൽ ആ നെയിമിലുള്ളത് കൊണ്ടാണ് നമ്മൾ പേര് മാറ്റിയിട്ട് ഇപ്പോൾ അലാമി കിച്ചൺ എന്നാക്കിയിട്ടുള്ളത്. ഈ 13 മാസത്തിനിടയ്ക്ക് നമ്മൾ 232 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏകദേശം ഒരു 90% വീഡിയോസും കുക്കിംഗ് വീഡിയോ തന്നെയാണ്. പിന്നെ ബാക്കി കുറച്ച് വീഡിയോസ് മാത്രമേ വ്ളോഗും കാര്യങ്ങളായിട്ടുള്ള ഉണ്ടാവും. ഇപ്പോൾ ചെയ്യുന്ന പോലെയല്ല. ഇപ്പോൾ നമ്മൾ ആഴ്ചക്ക് ഒരു 2 വീഡിയോ എങ്കിലാണ്, 2-3 വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. ആദ്യത്തെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യത്തെ ഒരു 6 മാസം വരെയെങ്കിലും നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നു. അങ്ങനെ നമ്മുടെ 13 മാസത്തെ ഈ കഷ്ടപ്പാടിനും കാത്തിരിപ്പിനും ഒടുവിൽ, കാത്തിരിപ്പ് എന്ന് തന്നെ പറയാം, കാരണം എല്ലാ യൂട്യൂബേഴ്സും ചാനൽ തുടങ്ങിയാൽ എന്തായാലും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു ആഗ്രഹം, ആ ഒരു കാത്തിരിപ്പ് നമുക്ക് സാധ്യമായിരിക്കുന്നു. നമ്മുടെ യൂട്യൂബിൽ നിന്നുള്ള നമ്മുടെ ഇൻകം നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. മാഷാ അല്ലാഹ്. വലിയൊരു എമൗണ്ട് ഒന്നും അല്ലെങ്കിലും ആദ്യമായിട്ട് നമുക്കൊരു യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുക എന്നെല്ലാം പറഞ്ഞാൽ ചെറിയ സംഭവമൊന്നുമല്ല. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അലാമി കിച്ചണിൽ 1000 സബ് ആയതിനു ശേഷം നമ്മുടെ മക്കളും നമ്മളെല്ലാവരും കൂടിയിട്ട് തന്നെ, കൂടുതലും കുട്ടികൾ തന്നെയാണ് ഇൻട്രസ്റ്റ് കൊടുത്തത്. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും പൈസ എപ്പോഴെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് കുറച്ച് ഇവിടെ 1-2 എത്തീംഖാനയുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒരു എത്തീംഖാനയിലെ കുട്ടികൾക്ക് വൈകുന്നേരത്തെ ചായയും കടിയും കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് കൊടുക്കണം ഇൻഷാ അല്ലാ. ഇപ്പോൾ ലോക്കായതുകൊണ്ട് അവിടെ ഒന്നും ഇപ്പം ഓപ്പൺ അല്ല. അപ്പം ഓപ്പൺ ആയാൽ എന്തായാലും കൊടുക്കണം ഇൻഷാ അല്ലാ. ഈ ഒരു സന്തോഷം നമുക്ക് ഉണ്ടാകാൻ കാരണം നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്ത നമ്മുടെ ഫ്രണ്ട്സും അതുപോലെ തന്നെ റിലേറ്റീവ്സും ഒക്കെയാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനിയും ഇതുപോലെ കൂടെ നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൂടി വേണം. അപ്പോൾ അതും കൂടി ഉണ്ട്. മാഷാ അല്ലാഹ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ഒരു ചാനലിൽ ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു പണി എന്ന് പറയുന്നത് ഈ ഒരു ഡബ്ബിങ്, അതായത് വോയിസ് ഓവർ കൊടുക്കൽ മാത്രമാണ് എൻ്റെ ഒരു മെയിനായിട്ടുള്ള പണി. ബാക്കി യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എല്ലാവരും കൂടിയിട്ടാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഫാമിലി ഗ്രൂപ്പ് പോലെ തന്നെയാണ്. കാരണം എല്ലാവരും ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലാണ് നമ്മുടേത്. ആരും കാണുന്നില്ല എന്നേ ഉള്ളൂ. എല്ലാവരും എന്ന് പറഞ്ഞാൽ ഉമ്മ ഉണ്ട്, ഏട്ടത്തി ഉണ്ട്, അനിയത്തി ഉണ്ട്, അതുപോലെ ഏട്ടത്തിൻ്റെ മക്കൾ, അനിയത്തിൻ്റെ മക്കൾ, എൻ്റെ മക്കൾ, എല്ലാവരും കൂടിയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ട് മാത്രമായിരിക്കും ചിലപ്പോൾ എനിക്ക് ഡെയിലിയൊക്കെ വീഡിയോ ആദ്യത്തെ ആ ഒരു ടൈമിൽ ഇടാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. കാരണം ഒറ്റക്കാണെങ്കിൽ ഡെയിലി വീഡിയോ, അത് ആദ്യമായിട്ട് പുതിയതായിട്ടൊരു ചാനൽ തുടങ്ങിയിട്ട് ഡെയിലി വീഡിയോ ഇടുക എന്നെല്ലാം പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അതുപോലെ വീഡിയോ ഇടാനും ഈ ഒരു നിലയിൽ ഇത്രയും എങ്കിലും എത്തിപ്പെട്ടത്. ഇപ്പോൾ ഏകദേശം 10,700 സബ് ആയിട്ടുണ്ട്. മാഷാ അല്ലാഹ്. വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന എഡിറ്റ് ചെയ്യുന്നതെല്ലാം എൻ്റെ മോനും ഏട്ടത്തിൻ്റെ മോന് മമ്മു, എൻ്റെ മോൻ മോനൂസ്, 2 ആൾക്കാരാണ് വീഡിയോയുടെ ടെക്നിക്കൽ വർക്കേഴ്സ് എന്ന് പറയുന്നത്, അവരാണ്. പിന്നെ കുക്ക് ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ ആരാണോ ഫ്രീ ഉള്ള അവർ വീഡിയോ എടുക്കും. ഇതുവരെ നമ്മൾ ഒരു മര്യാദയ്ക്കൊരു ട്രൈപോഡ് വാങ്ങിയിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ചാനലിന് വേണ്ടിയിട്ട് ആകെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ചിലവാക്കിയത് ഒരു മൈക്ക് വാങ്ങിയിട്ടുണ്ട്. അതിന് ഒരു 650 രൂപ സംതിങ് ആണ് വില. പിന്നെ വാങ്ങിയത് ചെറിയൊരു ട്രൈപോഡാണ് വാങ്ങിയത്, ഒരു 250 റുപ്പീസിൻ്റെ ഒരു ചെറിയൊരു ട്രൈപോഡ്. വേറെ ഒരു സാധനവും നമ്മളിപ്പോൾ ഇതുവരെ യൂട്യൂബിന് വേണ്ടിയിട്ട് നമ്മൾ പൈസ ചിലവാക്കിയിട്ടില്ല.
പിന്നെ പൈസ ചിലവാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മാസത്തിൽ നെറ്റ് റീചാർജ് ചെയ്യുന്നതിലാണ്. 2 ഫോണിൽ രണ്ടിലും നന്നായിട്ട് തന്നെ നെറ്റ് റീചാർജ് ചെയ്യണം. വൈഫൈ ഒന്നും വെച്ചിട്ടില്ല, ഇനി വെക്കണം ഇൻഷാ അല്ലാ. അപ്പോൾ ഡാറ്റ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പൈസ യൂട്യൂബിന് വേണ്ടിയിട്ട് അങ്ങനെ ഓരോ സാധനങ്ങൾ വാങ്ങിയിട്ട് ചിലവാക്കിയിട്ടില്ലെങ്കിൽ പോലും കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ ചെയ്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരാൾക്ക് മനസ്സിലാവും അതിൻ്റെ ബുദ്ധിമുട്ട് എത്രയാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ബാക്കിയുള്ള വോയിസ് ഓവർ കൊടുത്ത് എന്നിട്ട് വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മൾ സാധാരണ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ ഷൂട്ട് ചെയ്യുന്നില്ലെങ്കിൽ സാധാരണ കുക്കിംഗ് ടൈം അരമണിക്കൂറായിരിക്കും. അത് നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ അതിനൊരു 2-3 മണിക്കൂറെങ്കിലും പിടിക്കും. അപ്പോൾ അത്രയും സമയം അതിന് സ്പെൻഡ് ചെയ്യണം. വീഡിയോ എടുക്കാൻ മാത്രം അത്രയും സമയം സ്പെൻഡ് ചെയ്യണം. പിന്നെ അത് എഡിറ്റിങ്, പിന്നെ വോയിസ് ഓവർ കൊടുക്കുന്നതാണെങ്കിൽ അങ്ങനെ ഒരുപാട് സമയം ഇതിന് വേണം. നമ്മളിതുപോലൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന അതിൽ നമുക്ക് ഇൻകം വരുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. നമ്മൾ വെറുതെ കഴിഞ്ഞ ലോക്ക്ഡൗൺ സമയത്ത് സ്റ്റാർട്ട് ചെയ്തത് ഏപ്രിൽ 15-നാണ് നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം വെറുതെ ഒരു വീഡിയോ എടുത്തതായിരുന്നു. ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, കുക്കിംഗ് ഗ്രൂപ്പെല്ലാം ഉണ്ട്. അപ്പോൾ അതിൽ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ മുത്താറി വരകിയതാണ്. അപ്പോൾ അത് വാട്സപ്പിൽ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ്. അപ്പം മമ്മു പറഞ്ഞ് നമുക്കൊരു ചാനൽ തുടങ്ങിയിട്ട് അതിലിട്ടാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുട്ടികൾ തന്നെ ചാനൽ ഉണ്ടാക്കി അവർ തന്നെയാണ് അതിൽ വീഡിയോ അപ്ലോഡ് ചെയ്തത്. ആ സമയത്ത് നമ്മൾ യൂട്യൂബിൻ്റെ വീഡിയോ എടുക്കുന്ന റേഷ്യോ കാര്യങ്ങളോ ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലെല്ലാം ഒന്നും അറിയാണ്ട് ചെയ്ത് എല്ലാവർക്കും അബദ്ധം പറ്റിയിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം പിന്നെ അങ്ങനെ വീഡിയോ കാണുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് പേഴ്സണലിൽ പോയിട്ട് പറയലുണ്ട്, വീഡിയോ നമ്മൾ യൂട്യൂബിൽ ഇടുമ്പോൾ ഇതുപോലെയല്ല എടുക്കേണ്ടത്. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കലുണ്ട്. അപ്പോൾ അധികം ആൾക്കും അബദ്ധം പറ്റിയിട്ടുണ്ടാവും. ഒരുപാട് പ്രാവശ്യം ഇത് നിർത്തി വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് പ്രാവശ്യം വിചാരിച്ചതാണ്. പക്ഷേ എല്ലാവരും ഒരുപാട് ആൾക്കാരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് മുന്നോട്ടേക്ക് നമ്മൾ കൊണ്ടുവന്നത്. അല്ലെങ്കിൽ പണ്ടേ നിർത്തിയിട്ട് ഇട്ടിട്ട് പോയിട്ടുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ ഇട്ടാൽ അതിൽ വ്യൂസ് ഭയങ്കര കുറവാണ്. കാരണം ഡെയിലി ആ സമയത്തെല്ലാം ഇടുന്ന സമയത്താണെങ്കിൽ ഡെയിലി 100-150 അങ്ങനെയെല്ലാം വ്യൂസ് കിട്ടിയുള്ളൂ. ഇപ്പോൾ എന്നാലും കുറച്ച് വ്യൂസ് കിട്ടുന്നുണ്ട്, മാഷാ അല്ലാ. ചാനൽ മോണിറ്റൈസേഷൻ ആയാൽ പിന്നെ നമുക്ക് വ്യൂസ് കിട്ടണം, എന്നാലേ നമുക്ക് അതിൽ നിന്നുള്ള ഇൻകം വരുള്ളൂ. അപ്പം വ്യൂസ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളെന്തായാലും എത്ര കഷ്ടപ്പെട്ടാലും സാരമില്ല. കാരണം നമുക്ക് അതിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് കഷ്ടപ്പെടാം. ഇത് പൈസയും കിട്ടുന്നില്ല, വ്യൂസും കിട്ടുന്നില്ല, പിന്നെ കഷ്ടപ്പാടും ബാക്കി. അപ്പോൾ ഇത്രയും പ്രാവശ്യം ഞാൻ ഇത് നിർത്തട്ടെ എന്ന് ഒരുപാട് വിചാരിച്ചതാണ്. പക്ഷെ നിർത്തിയിട്ടില്ല ഇതുവരെ. ഇനിയും മുന്നോട്ട് പോകാൻ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഒരു പ്രചോദനം എന്ന് പറയുന്നത് അധികം ഇപ്പോൾ സക്സസ് ആയിട്ടുള്ള ഒരുപാട് യൂട്യൂബേഴ്സും പറയും, പണ്ട് നമുക്ക് ഇത്രയും വ്യൂസ് ഉണ്ടായിട്ടുള്ളൂ, പണ്ട് ഇത്രയും നമുക്ക് ഫസ്റ്റായിട്ട് നമുക്ക് ക്രെഡിറ്റ് ആയിട്ടുള്ളൂ എമൗണ്ട്. ഇപ്പോൾ അവർക്ക് നല്ല നിലയിലെത്തുമ്പോൾ അങ്ങനെ വിചാരിക്കും, അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മളും അങ്ങനെയെല്ലാം ആവുമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു ശുഭ പ്രതീക്ഷയിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യമുള്ളത്, ഒരുപാട് യൂട്യൂബേഴ്സ് നമ്മളിപ്പോൾ കാണുന്നത് സക്സസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിനെ മാത്രമേ നമ്മൾ നോക്കുകയുള്ളൂ. കാരണം അല്ലാണ്ട് തന്നെ ഇഷ്ടം പോലെ ആൾക്കാർ യൂട്യൂബ് ചാനൽ തുടങ്ങുകയും പിന്നെ പകുതി കെട്ട് പോവുക, കഷ്ടപ്പെട്ട് കുറേ അതിൻ്റെ അവിടം വരെ എത്തിയിട്ട് പിന്നെ ഇത് പെട്ടെന്ന് മടുക്കും. ഇത് കുറേ നല്ല ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ. പിന്നെ വീഡിയോസെല്ലാം വൈറലാണെന്ന് വെച്ചാൽ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. നമ്മൾ വീഡിയോ ഇടുമ്പോൾ ആൾക്കാർ കാണുന്നുണ്ടല്ലോ, അങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇത് വ്യൂസൊന്നും കിട്ടുന്നില്ലെങ്കിൽ ഭയങ്കര മടുപ്പായിരിക്കും. ഇത് കുറേ എന്തൊക്കെയോ പറഞ്ഞിട്ട് നിങ്ങളെല്ലാം ബോറടിപ്പിച്ചു അല്ലേ. ഇൻഷാ അല്ലാ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം.